ബഹുമാനപ്പെട്ട ഡോക്ടർ സിറിയക് ജോസ്, ചരിത്ര വിഭാഗത്തിലെ അധ്യാപകർ, മറ്റേ ഇവിടെ ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മലയാളം യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണം, പുതിയ ഒരു റിസർച്ച് സ്കോളേഴ്സിന്റെ PhD റിസർച്ച് സ്കോളേഴ്സിന്റെ ഒരു പുതിയ ബാച്ചിന് നമ്മൾ അഡ്മിഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോ പ്രധാനമായിട്ടും അവരുടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഡോക്ടർ സിറിയക് ജോസിന്റെ ക്ലാസ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ മീനച്ചിൽ ആറുമായി ബന്ധപ്പെട്ട തടങ്ങളിൽ നടത്തിയ ഈ പുരാതത്വ വിജ്ഞാനീയം എങ്ങനെയാണ് പ്രാദേശിക ചരിത്ര നിർമ്മിതിയിൽ സഹായിക്കുന്നത് എന്നാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ചരിത്രവുമായി ബന്ധമുള്ള ഒരാളല്ല ഞാൻ, എങ്കിലും എനിക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ ഇത് കേൾക്കാൻ വന്ന കുട്ടികൾ സാറിൻ്റെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പല വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ് നമ്മളെ ഈ ഗ്രൂപ്പിലുള്ളത്. അതേസമയം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസും പിന്നെ ഗവേഷകരും ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഹെട്രോജിനസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് മറ്റ് വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് കൗതുകമുള്ള ഒരു കാര്യം റീജിയണൽ ഹിസ്റ്ററിയാണ്, പ്രാദേശിക ചരിത്രം. അത് ഇന്ന് മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റുകളിലും പൊതുവെ ചർച്ചയ്ക്ക് വരുന്ന ഒരു വിഷയമാണ് ഈ പ്രാദേശിക ചരിത്രം എന്നത്. എന്നാൽ ആർക്കിയോളജി കുറേ കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഏതായാലും ഒരു ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടുന്നതും കൗതുകം ഉണ്ടാക്കുന്നതുമായിട്ടൊരു വിഷയമാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ മലയാള സർവകലാശാലയുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കൊളാബറേഷന്റെ ഭാഗമാണ് ഈ പ്രഭാഷണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഇതിന് ഉത്സാഹിച്ചത് നമ്മുടെ ചരിത്ര വിഭാഗത്തിലെ മഞ്ജുഷ ടീച്ചറും അവിടെയുള്ള മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ വിഷയവിദഗ്ധനായിട്ട് നമ്മളോടൊപ്പം വന്നിട്ടുള്ള ഡോക്ടർ സിറിയക് ജോസ് സാറിനെ ഹൃദയപൂർവ്വം, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റ് ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി മഞ്ജുഷ ടീച്ചറോടും കൂടി അഭ്യർത്ഥിക്കുന്നു. കേൾക്കാലോ അല്ലേ? കേൾക്കാം ടീച്ചറെ, പറഞ്ഞോളൂ. പ്രിയമുള്ളവരെ, ആദരണീയ പ്രൊഫസർ അനിൽ മാഷ്, നമ്മുടെ വിഷയവിദഗ്ധനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ സിറിയക് ജോസ്, എന്റെ സഹപ്രവർത്തക ഡോക്ടർ ശ്രീജ LG, മറ്റ് ഗവേഷകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ അനിൽ മാഷോട് തന്നെ ഈ വിഷയം സംസാരിച്ചപ്പോഴാണ് നമുക്കിങ്ങനെ ആർക്കിയോളജി ആയിട്ടും പ്രാദേശിക ചരിത്രമായിട്ടും ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ പുതിയ ഗവേഷകർ ഉൾപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചു കൊടുക്കാം എന്നുള്ള ഒരു ആശയം വന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു മാസം മുമ്പാണ് പാലാ സെയിന്റ് തോമസ് ഓട്ടോണമസ് കോളേജുമായിട്ട് മലയാള സർവകലാശാല ഒരു ധാരണാപത്രം ഒപ്പിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമുക്കിങ്ങനെ ഒരു ക്ലാസ് അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ വിഷയവിദഗ്ധനായ ഡോക്ടർ സിറിയക് ജോസിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷനും PhDയും ഡെക്കാൻ കോളേജിൽ നിന്നാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ സൗത്ത് ഏഷ്യൻ ആർക്കിയോളജി പോലെയുള്ള അക്കാദമിക ഓർഗനൈസേഷനുകളിൽ ലൈഫ് മെമ്പറാണ്. അതുപോലെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് സൊസൈറ്റി ഫോർ ആർക്കിയോളജിക്കൽ റിസർച്ച് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗവേഷണ കാലഘട്ടത്തില് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് സ്കോളർഷിപ്പിന് അർഹനായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പാലാ സെയിന്റ് തോമസ് ആർക്കിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അതുപോലെ MG യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം കൂടിയാണ് നമ്മുടെ വിഷയവിദഗ്ധൻ. അദ്ദേഹത്തെ എത്രയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമ്മുടെ
പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ സാർ. കേൾക്കാം. ആമുഖ പ്രഭാഷണം നടത്തിയ അനിൽ മാഷ്, മലയാളം യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അധ്യക്ഷ മഞ്ജുഷ ആർ വർമ്മ, അതോടൊപ്പം തന്നെ ശ്രീജ മിസ്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ PhD സ്കോളേഴ്സ്, വിദ്യാർത്ഥികൾ, മറ്റ് സബ്ജക്റ്റുകളിൽ നിന്ന് ഈ ക്ലാസ് കൂടാൻ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം. ഈ ഒരു PhD ഓറിയന്റേഷൻ, PhD സ്കോളേഴ്സിനുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ സാറ് സൂചിപ്പിച്ച പോലെ വ്യത്യസ്ത സബ്ജക്റ്റിൽ നിന്ന് ഉള്ളവരായ കാരണം അതിൻ്റെ ഒരു പിരിമുറുക്കത്തോടു കൂടിയാണ് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുക. കാരണം കുറച്ച് ആർക്കിയോളജിക്കൽ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം. ഏകദേശം ഒരു 40 മിനിറ്റ്സ് കൊണ്ട് എൻ്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ലൈഡിൽ കാണുന്ന പോലെ എൻ്റെ ടോപ്പിക്ക് ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ദ മീനിച്ചൽ റിവർ ബേസിൻ, കോൺട്രിബ്യൂഷൻസ് ടു ദ റീജിയണൽ ഹിസ്റ്ററി എന്നാണ്. അപ്പം ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ഒരു റീജിയനെ ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഈ റീജിയനെ പറ്റി ഒന്ന് പറയാം, ഈ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ, ഈ റീജിയനെ ഒന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം ഈ റീജിയന്റെ ഹിസ്റ്ററിയെ പറ്റി ബ്രീഫായിട്ട് പറയാം. അതിനുശേഷം ഈ ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് റീജിയണൽ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രസന്റേഷൻ്റെ പോക്ക്. PPT കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് ഫുൾ സ്ലൈഡ് ഇടുകയാണ്. സ്ലൈഡ് ചേഞ്ച് ചെയ്തു, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സെക്കൻഡ് സ്ലൈഡിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തു, കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കോട്ടയം ജില്ലയിലാണ് ഈ മീനിച്ചിൽ എന്ന പ്രദേശം. കോട്ടയം ജില്ലയിൽ പ്രധാനമായിട്ട് 3 നദികളാണുള്ളത്. അതിൽ പ്രമുഖ നദിയാണ് മീനിച്ചിൽ നദി. ഇത് കൂടാതെ മൂവാറ്റുപുഴ, മണിമല, അങ്ങനെയുള്ള 2 നദികളും ഈ ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന സ്റ്റഡി ഏരിയയുടെ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ കൃത്യം നടുക്കുകൂടിയാണ് ഈ മീനിച്ചിൽ നദി ഒഴുകുന്നത്. ഈ നദി പോയി ഒഴുകി വേമ്പനാട് കായലിലേക്കാണ് പതിക്കുന്നത്, കടലിലേക്കല്ല. നദി പോയി വേമ്പനാട് കായലിലേക്ക് പതിക്കുന്നു. പിന്നീട് കായൽ പോയാണ് കടലിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ ഈ കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്ന ഈ നദി മീനിച്ചിൽ റിവറിനെ ബേസ് ചെയ്തിട്ടുള്ളത് ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ഒരു സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇനി എന്താണ് ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലൈഡ് വീണ്ടും ചേഞ്ച് ആയി. ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മീനിച്ചിൽ റിവറിന്റെ കാച്ച്മെന്റ് ഏരിയ, അത് ഈ വലതുവശത്ത് കിടക്കുന്ന ഇടുക്കി കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്താണ് ഇടുക്കി ജില്ല സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്ന് നിരവധി ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏവർക്കും അറിയാവുന്ന പോലെ മെഗാലിറ്റിക് മോണുമെന്റ്സുകൾ, റോക്ക് ആർട്ട്, അങ്ങനെ കുറെ സൈറ്റുകൾ ഇടുക്കി ആർക്കിയോളജിക്കലി വളരെ റിച്ചായ ഒരു ഏരിയയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ മീനിച്ചിൽ. ഈ നദി ഒഴുകുന്നത് കേരളത്തിലുള്ള 44 നദികളിലാണ് 41 ഉത്ഭവിക്കുന്നത് വെസ്റ്റേൺ ഘാട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് മീനിച്ചിൽ നദി ഒഴുകി വരുന്നത്. ഇടുക്കിയുടെ വെസ്റ്റേൺ ഘാട്ടിന്റെ ചെരുവിൽ നിന്നാണ് റിവർ ജോയിൻ ചെയ്യുക. 78 കിലോമീറ്റർ നീളമുള്ള ഈ നദി മലയുടെ മുകളിൽ നിന്ന് ഒഴുകി മിഡ്ലാൻഡിലൂടെ നമ്മുടെ വേമ്പനാട് കായലിലേക്ക് പതിക്കുകയാണ്. ഈ കാണുന്നതാണ് വേമ്പനാട് കായൽ. ഈ ഭൂപ്രദേശം അറിയാവുന്നവരുണ്ട്, അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ വളരെ കോമൺ ആയിട്ടൊന്ന് പറയുകയാണ്. അപ്പൊ ഈ വേമ്പനാട് കായൽ പതിക്കുന്നു. പിന്നീട് കായൽ ഒഴുകി കൊച്ചിയിൽ അറബിക്കടലുമായിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഈ മീനിച്ചിൽ റീജിയൻ, ഞാൻ പറഞ്ഞു വന്നത്, ഈ മീനിച്ചിൽ റീജിയൻ ഒരു ഐസൊലേറ്റഡ് ഏരിയ ഒന്നും അല്ല. ഇത് വെരി മച്ച് കണക്റ്റഡ് വിത്ത് ദ ഹില്ലി ലാൻഡ് ഓഫ് ഇടുക്കി. അതോടൊപ്പം തന്നെ നമ്മൾ പട്ടണം എന്ന സൈറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പട്ടണം അല്ലെങ്കിൽ മുസരീസ് പഴയൊരു ട്രേഡിംഗ് സെന്ററാണ്. ഇൻഡോ റോമൻ ട്രേഡിന്റെ കാലഘട്ടത്തിൽ
വെസ്റ്റേൺ കോസ്റ്റിലും ഈസ്റ്റേൺ കോസ്റ്റിലും, ഇന്ത്യയിലെ വെസ്റ്റേൺ കോസ്റ്റിലും ഈസ്റ്റേൺ കോസ്റ്റിലും നിരവധി ട്രേഡിംഗ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. കേരള റീജിയനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്രേഡ് സെന്ററാണ് മുസരീസ്. ആ സൈറ്റ് 2000ങ്ങളിൽ അത് ലൊക്കേറ്റ് ചെയ്യുകയും പിന്നീട് 2005 മുതൽ 2015 വരെ അത് സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുകയും ചെയ്തു. ആ സൈറ്റാണ് പട്ടണം. PTM എന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പട്ടണം. ഈ പട്ടണത്തിൽ നിന്ന് ഏതാണ്ടൊരു 100-120 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ മീനിച്ചൽ റിവർ കാച്ച്മെന്റ് ഏരിയയിലേക്ക്. അപ്പൊ ഇതാണ് ഈ പറയുന്ന ഒരു സ്റ്റഡി ഏരിയ. ഇതാണ് മീനിച്ചൽ റിവർ ബേസിൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ സെർച്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആർക്കിയോളജി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന കോളേജ് ഈ മീനിച്ചൽ നദിയുടെ തീരത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ ഇടയ്ക്കുള്ള ഫീൽഡ് വർക്ക് ചെയ്യുന്നത് ഈ ഞാൻ ഇവിടുത്തുകാരൻ തന്നെയാണ്. അപ്പൊ എനിക്ക് ജിയോഗ്രഫി അത്യാവശ്യം പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്തത്. ഇനി സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും, ഈ മീനിച്ചൽ നദി അത്രമാത്രം പ്രധാനപ്പെട്ടതാണോ, അല്ലെങ്കിൽ പെരിയാറ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മീനിച്ചൽ നദി അത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പെരിയാറുമായിട്ട് കമ്പയർ ചെയ്താൽ അത്രമാത്രം പ്രധാനപ്പെട്ടതല്ലെങ്കിലും മീനിച്ചൽ നദിയുടെ കാച്ച്മെന്റ് ഏരിയയിൽ നിന്നും പ്രധാനപ്പെട്ട പല ഫൈൻഡിങ്സുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇത് കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിന് മുമ്പ് കേരളത്തില് കൊച്ചി രാജാക്കന്മാർക്കും തിരുവിതാംകൂർ രാജാക്കന്മാർക്കും സ്വന്തമായിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ മീനിച്ചൽ റീജിയൻ പഴയ തിരുവിതാംകൂറിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിൻ റൂളേഴ്സിന്റെ പ്രദേശത്തുള്ള ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് കൊച്ചിൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും തിരുവിതാംകൂറിന്റെ കീഴിൽ ഇരുന്ന കാച്ച്മെന്റ് ഏരിയയിലെ ആർക്കിയോളജി ഫൈൻഡിങ്സ് തിരുവിതാംകൂർ ആർക്കിയോളജി റിപ്പോർട്ടും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അവരുടെ ഒരു റിപ്പോർട്ട് 1947 റിപ്പോർട്ടിന്റെ കോപ്പിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, എങ്കിലും ഏകദേശം ഒരു 184ഓളം സിൽവർ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എലിക്കുളം കരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കോട്ടയം താലൂക്കിൽ നിന്നാണ്. അത് ഈ പ്രദേശത്ത് തന്നെയാണ്, മീനിച്ചൽ റീജിയന്റെ കാച്ച്മെന്റ് ഏരിയയിൽ നിന്നാണ്. എന്നാൽ പിന്നീട് ഈ തിരുവിതാംകൂർ ഡൈനാസ്റ്റിയും കൊച്ചിൻ ഡൈനാസ്റ്റിയൊക്കെ പിന്നീട് കേരളമായിട്ട് മെർജ് ചെയ്തതോടുകൂടി ഈ റിപ്പോർട്ടുകളൊന്നും കാര്യമായിട്ട് ആരും കാണാതെ പോയ ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ഇപ്പോഴും പല പഴയ ലൈബ്രറികളിലൊക്കെ അവൈലബിൾ ആണ്. ആ ഫോട്ടോസും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മീനിച്ചൽ റീജിയന്റെ കാച്ച്മെന്റ് ഏരിയയിൽ നിന്ന് ഏകദേശം 184ഓളം സിൽവർ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് കളക്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇന്ന് നിലവിൽ അറിയില്ല, കാരണം സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കൈവശമല്ല ഈ കോയിൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയിട്ടില്ല. ഇനി ഇത് കൂടാതെ തന്നെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം റോമൻ കോയിൻസുകൾ, ഇൻഡോ റോമൻ ട്രേഡിന്റെ ഭാഗമായിട്ടുള്ള റോമൻ കോയിൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതിലൊരു പ്രദേശം, അതില് ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതില് പൂഞ്ഞാർ എന്ന് കാണിച്ചിട്ടുണ്ട്. 3 പൂഞ്ഞാർ 1945 പൂഞ്ഞാർ എന്ന സ്ഥലം ഈ മീനിച്ചൽ നദിയുടെ തീരത്തുള്ള ഒരു സൈറ്റാണ്. പിന്നീട് സത്യമൂർത്തി സാറൻ 2011 അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് ഈ ഫോട്ടോസ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോയിൻസ് ഇന്ന് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കൈവശമാണുള്ളത്. അപ്പോൾ ഈ മീനിച്ചൽ റിവറിന്റെ തീരത്തുനിന്ന് 2 സൈറ്റുകളിൽ നിന്ന് റോമൻ കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പ്രാധാന്യങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് മീനിച്ചൽ എന്നാണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിച്ചത്. ഇനി ഇത് കൂടാതെ ഈ രാമപുരം എന്ന പ്രദേശത്ത് 2019 ഒരു ബുദ്ധന്റെ ഇമേജ്, ഒരു അത്ര ക്ലിയർ ഒന്നുമല്ല ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ. ഇപ്പോൾ ഇത് ഹിൽ പാലസ് മ്യൂസിയം തൃപ്പൂണിത്തുറയിൽ ആണ് ഉള്ളത്. ആ ഫോട്ടോയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോ ആ സമയത്ത് പത്രത്തിലേക്ക് വന്നൊരു വാർത്തയാണ്. ഒരു ബുദ്ധന്റെ ഇമേജ് അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. രാമപുരം എന്ന പ്രദേശം, രാമപുരം അല്ല, ശരിക്കും പറഞ്ഞാൽ കൊണ്ടാട് എന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ ഒരു ഇമേജ് കിട്ടിയിട്ടുള്ളത്. 2019 എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ്, 2010 തോന്നുന്നു, മറ്റൊരു ബുദ്ധന്റെ ഇമേജ് ഈ സെയിം സ്ഥലത്ത് നിന്ന് കിട്ടുകയുണ്ടായി. അത് ഇന്നിരിക്കുന്നത് ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലാണ്. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ആർക്കിയോളജി മ്യൂസിയം ആണ് അറിയപ്പെടുക. തൃശ്ശൂരുള്ള മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. ആ ഇമേജാണ് ഈ കാണുന്നത്. അതിനെയും ഫേസ് അത്ര കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, എങ്കിലും അവരുടെ റെക്കോർഡ് പ്രകാരവും ഇത് ബുദ്ധന്റെ ഇമേജ് ആയിട്ടാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. എനിവേ ആ ഒരു ശില്പം ഇന്ന് തൃശ്ശൂർ മ്യൂസിയത്തിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ സ്കാറ്റേഡ് ആയ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ
കുറെ ഫൈൻഡിങ്സുകൾ തരുന്ന ഒരു സ്ഥലമാണ് ഈ മീനച്ചിൽ നദീ തീരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ 2007-2008 സീസണിലാണ് ഈ ഒരു ഏരിയ എക്സ്പ്ലോറേഷൻ ആരംഭിക്കുന്നത്. പിന്നീട് 2012-13 പിന്നീട് 2018, 2020, 2021 കാലഘട്ടത്തിലെല്ലാം ഞാൻ ഈ ഏരിയ ഇത് സെർച്ച് ചെയ്യാറുണ്ട്. അത് സമയം കിട്ടുന്ന പോലെ ഒക്കെയാണ് ഇത് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡാറ്റയാണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ ഈ ഡാറ്റയിലെല്ലാം കുട്ടിവെച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മീനച്ചിൽ നദിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുടെ റീജിയണൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള കുറെ പ്രൈമറി ഡാറ്റ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു 10 വർഷത്തെ ചെറിയ കാര്യമായ വലിയ സീരിയസ് വർക്കായിട്ട് ഞാൻ എന്നെ അവകാശപ്പെടുന്നില്ല ഈ വർക്ക് കൊണ്ട് സാധിച്ചത്. അല്പം ചരിത്രം എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ചരിത്രം വിദ്യാർത്ഥികളുണ്ട്, എങ്കിലും അല്ലാത്തവരും ഉണ്ട്. ഞാൻ ബ്രീഫായിട്ട് പറയുകയാണ്. ഈ ഒരു ഏരിയ ഒരു കാലത്ത് വടക്കൻകൂർ തെക്കൻകൂർ ഇങ്ങനെ 2 ചെറിയ നാട്ടുരാജ്യങ്ങളുടെ കൈവശമായിരുന്നു കോട്ടയം ജില്ലയുടെ ഈ മീനച്ചിൽ റീജിയൻ. പിന്നീട് അത് മാർത്താണ്ഡവർമ്മ 1749-50 കാലഘട്ടത്തിൽ അത് തിരുവിതാംകൂറിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഈ ഒരു പ്രദേശം ഒരു കാലത്ത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് പോർച്ചുഗീസുകാര് 1600-കളിലെ പോർച്ചുഗീസുകാര് 1700-കളിലെ ഡച്ചുകാര് ഒക്കെ ഉള്ള സമയത്ത് ഈ കോട്ടയം റീജിയൻ, ഈ മീനച്ചിൽ റീജിയന് സ്പൈസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. ഇവിടെ കുറെ നദികളുണ്ട്. ഞാൻ മീനച്ചിലിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, എങ്കിലും ഈ ഒരു സ്ലൈഡിൽ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഇതിൽ കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 11ാം നമ്പറാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലേക്ക് ഒഴുകിയെത്തുന്ന കുറെ നദികളുണ്ട്. അതിലൊന്നാണ് മീനച്ചിൽ നദി, നമ്പർ 12. എന്നാൽ നമ്മൾ താഴെ നിന്ന് വന്നു കഴിഞ്ഞാൽ, സൗത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പമ്പ നദി 9, മണിമല നദി 10, 12 മീനച്ചില്, 13 മൂവാറ്റുപുഴ, പിന്നെയുള്ള ചാലക്കുടി നദി, ഇവൻ പെരിയാർ, ഇതെല്ലാം വന്ന് ജോയിൻ ചെയ്യുന്ന വേമ്പനാട് കായലിലേക്കാണ്. അപ്പൊ ഈ ഹില്ലി ഏരിയയിൽ നിന്നുള്ള സ്പൈസസ് ഒക്കെ തലയിലെ ചുമട് മാർഗം കൊണ്ടുവന്നിട്ട് നദീതീരത്തെത്തുന്നു. അവിടുന്ന് ഈ നദി വഴി ബോട്ടില് ആണ് കൊച്ചിയിലേക്ക് സ്പൈസസ് കൊണ്ടുകൊണ്ടിരുന്നത്. നദിയിലൂടെ വരുന്ന ബോട്ടുകൾ പിന്നീട് കായലിലെത്തുന്നു, വേമ്പനാട് കായലിലൂടെ അത് കൊച്ചിയിലേക്ക് എത്തുന്നു. ഇങ്ങനെയായിരുന്നു ആ ഒരു മിഡീവൽ കാലഘട്ടത്തിലെ ട്രേഡിന്റെ മൂവ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം വളരെ ആക്റ്റീവായ ഒരു പ്രദേശമായിരുന്നു ചരിത്രത്തില് എന്നുള്ളത് ചരിത്രത്തില് പലയിടത്തും നമ്മൾ വായിക്കുന്നതാണ്. പക്ഷെ അതിനൊത്ത തക്ക ആർക്കിയോളജിക്കൽ ഡാറ്റ ഒരു പക്ഷേ എങ്കിലും നമുക്ക് പറഞ്ഞു വെക്കാൻ ഉണ്ടായിരുന്നില്ല. നേരത്തെ കണ്ട ഡീറ്റെയിൽസിനെ കുറച്ചുകൂടെ വിശദമാക്കി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കുറെ നദികളും ഈ പറയുന്ന നദികളും അവയുടെ ഇടയിലുള്ള റോഡുകളും ഒക്കെയാണ് ഇതിൽ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇനി ഈ ഒരു പ്രദേശത്ത് നടത്തിയ ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ പറയേണ്ടതായിട്ടുണ്ടെങ്കിലും ഞാൻ ബ്രീഫായിട്ടൊന്ന് പോവുകയാണ്. അതിന്റെ 1963 ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഈ റീജിയനിൽ നടന്നിട്ടുണ്ട്. പിന്നീട് അത് 90-കളിലും 2005-ലും 2010-ലും ഒക്കെ പലരും ഈ ഒരു ഏരിയ സർവേ ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ മെഗാലിത്തിക് മോണുമെന്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മെൻഹിർ, ഡോൾമന്, ഏൺ ബറിയൽസ്, സിസ്റ്റ് ബറിയൽസ്, ഇങ്ങനെയുള്ള കുറെ മെഗാലിത്തിക് ടൈപ്പ് ബറിയൽസ് നമുക്ക് ഈ ഒരു പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ടെക്നിക്കൽ ടേമൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്കറിയില്ല നിങ്ങൾ എത്രമാത്രം അത് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന അംബർല സ്റ്റോൺ അല്ലെങ്കിൽ കുടക്കല്ല്. ഇവിടെ ഇത് കണ്ടിട്ടുള്ളവർ ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് കുറെ ആയി, ലാപ്ടോപ്പ് മാത്രം ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്നതാണ്. അപ്പൊ ഈ അംബർല സ്റ്റോൺ കണ്ടവരുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് വെറുതെ കാണിച്ചു പോവുകയാണ്. മെഗാലിത്തിക് ടൈപ്പോളജി, കേരളത്തിലെ മെഗാലിത്തിക് ടൈപ്പോളജി, കേരളത്തിന്റെ നമ്മൾ ചരിത്രം നോക്കി കഴിഞ്ഞാൽ മെഗാലിത്തിക് ബറിയൽസ് പലയിടത്തും ഉണ്ട്, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും ഉണ്ട്. അതിൽ കേരളത്തിൽ കിട്ടുന്നേക്കുന്ന മെഗാലിത്തിക് ബറിയൽസിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം പല വെറൈറ്റി ടൈപ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത്തരം ടൈപ്സിൽ പെട്ട ഒന്നാണ് അംബർല സ്റ്റോൺ. ഇത് സെയിം ഫോട്ടോ തന്നെയാണ്. മറ്റൊന്നാണ് മെൻഹിർ. മെൻഹിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കല്ല് കുത്തി നാട്ടി നിർത്തിയേക്കുന്ന വലിയ കല്ലുകൾ. ഇത് മീനച്ചിൽ റീജിയനിൽ ഒന്നുള്ളതല്ല, ഞാൻ വെറുതെ ഫോട്ടോസ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. മെൻഹിർ എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വേറൊരു മെൻഹിർ തമിഴ്നാട്ടിലെ ഒരു സൈറ്റിൽ നിന്നുള്ളതാണ്. ഡോൾമെൻസ്
ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നത് പലയിടത്തും ഉണ്ട്, എങ്കിലും മറയൂർ വളരെ പ്രസിദ്ധമാണ്. മറയൂരിലുള്ള ഡോൾമെൻസ്, നാട്ടുകാരതിനെ മുനിയറ എന്ന് വിളിക്കും. അപ്പം ഡോൾമൻ മറ്റൊന്നാണ് സിസ്റ്റ്. ഡോൾമനും സിസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരെണ്ണം മണ്ണിനടിയിൽ കാണുന്നത്, മറ്റൊന്ന് മണ്ണിന് മുകളിൽ കാണും. അതിന്റെ ആർക്കിടെക്ചർ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതാണ് സിസ്റ്റ്. ഇത് ഈ സെയിം സ്ട്രക്ചർ മണ്ണിന് മുകളിലുണ്ടെങ്കിൽ അതിനെ ഡോൾമൻ എന്ന് വിളിക്കും. ഇത്തരം ടേംസ് ആണ് നമ്മൾ യൂസ് ചെയ്യും. അപ്പം ഡോൾമൻസ്, സിസ്റ്റ്, റോക്കറ്റ് കേവ്സ് കൂടുതലും വടക്കൻ മലബാറിലാണ്. കേരള നമ്മുടെ ഈ മീൻസിൽ ട്രാക്കിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ലെന്ന് അറിയാം, റോക്കറ്റ് കേവ്സ് ഇല്ല. സ്റ്റോൺ സർക്കിള്, ഇത് ആനക്കര എന്നൊരു സൈറ്റാണ്. സ്റ്റോൺ സർക്കിള്, അതോടൊപ്പം തന്നെ കേൾ സർക്കിള്, ഇത് തമിഴ്നാട്ടിലെ ഉടുമൽപെട്ട് എന്ന സ്ഥലത്തെ ദൃശ്യമാണ്, പിക്ചറാണ്. കേൾ സർക്കിള്. അപ്പൊ ഇങ്ങനെ കുറെ വെറൈറ്റി മെഗാലിത്തിക് ബറീസ് നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്നത്. അതാണ് കേരള മെഗാലിത്തിക്കിന്റെ പ്രത്യേകത. വളരെ കോമൺ ആയ ഒന്നാണ് ഏൺബറി, നന്നങ്ങാടി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ടൈപ്സ് ആണ് മെഗാലിത്തിക് കൾച്ചർ നമ്മൾ കാണുന്നത്. ഇതില് കോട്ടയം ജില്ലയിൽ നിന്ന് ഈ പറയുന്ന മീനിച്ച് റീജിയനിൽ നിന്ന് ഏതൊക്കെയാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല വർക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. കുന്നോന്നി എന്ന സ്ഥലത്ത് നിന്ന് രാജേന്ദ്രൻ ഒരു സിസ്റ്റ് ബറിയിൽ അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്ത് 2005. അതുകൂടാതെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശ്ശൂർ സർക്കിൾ 2007 ഈ ഏരിയയിൽ നിന്ന് പറ്റത്തിപ്പാറ, ഇഞ്ചികാവ്, കുറുമണ്ണ് ഇങ്ങനെയുള്ള 3 സൈറ്റുകൾ, 3 അടുത്തടുത്തുള്ള സൈറ്റുകളാണ്. അവിടെ നിന്നും സിസ്റ്റ് ബറിയിൽ എക്സ്കവേറ്റ് ചെയ്തു. ഇതാണ് സിസ്റ്റ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ ആർട്ടിക്കിളായിട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെയിം സൈറ്റാണ് ഞാൻ പറഞ്ഞു. 3 സൈറ്റുകളുണ്ട് ഈ ലൊക്കാലിറ്റിയിൽ. അത് അവർ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയേക്കുന്ന മെറ്റീരിയൽസ് ആണ് ഈ കാണുന്ന ഫോട്ടോസിലൊക്കെ ഉള്ളത്. അയൺ ഇംപ്ലിമെന്റ്സ് ഉണ്ട്, ഫർണീലിൻ ഉണ്ട്. അവിടെ ഒരു ഗോൾഡൻ ഒരു ആന്റിക്വിറ്റി, ഗോൾഡ് ആന്റിക്വിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മെഗാലിത്തിക് ടൈപ്പോളജി ഈ മീനിച്ചിൽ ട്രാക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ബുദ്ധന്റെ ഇമേജസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചമകട് കോയിൻസ് ഈ ഏരിയയിൽ നിന്ന്, റോമൻ ഗോൾഡ് കോയിൻസ് ഈ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നോർമലി ഒരു റിസർച്ച്, പ്രത്യേകിച്ച് ചരിത്രത്തിൽ റിസർച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഞാൻ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ റിസർച്ചിലേക്ക് നമ്മൾ ആദ്യം പോകുമ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് നടത്തുമല്ലോ. ഒരു ബാക്ക്ഗ്രൗണ്ട് റിസർച്ച്, ഒരു ഡെസ്ക്ടോപ്പ് സ്റ്റഡി, അല്ലെങ്കിൽ ഒരു ലൈബ്രറി റിസർച്ച്, ഒരു പ്രിലിമിനറി സ്റ്റഡീസ്. ആ പ്രിലിമിനറി സ്റ്റഡീസിൽ നിന്ന് കണ്ടെത്തിയ ഫൈൻഡിങ്സ് ആണ് ഇത് ഞാൻ ഫീൽഡിൽ പോകുന്നതിന് മുമ്പ് കണ്ടെത്തിയതല്ല, ഫീൽഡിൽ പോകുന്നതിന് മുമ്പും കണ്ടെത്തിയതുണ്ട്, അതിനോടൊപ്പം കണ്ടെത്തിയതുകൊണ്ട്. അപ്പൊ ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്. സോ ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം പല വ്യത്യസ്തമായ ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ഏത് സ്റ്റേജിലാണെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് റിസർച്ച്, പ്രിലിമിനറി സ്റ്റഡി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. So now I am moving to the findings from the region, recent findings from the region. 2-3 ടോപ്പിക്സ് ഉണ്ട്. മെഗാലിത്തിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. ആദ്യം മെഗാലിത്തിക്കുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ കണ്ട മീനിച്ചിൽ നദിയുടെ ഒരു പ്ലാനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 6 സൈറ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ നദിയുടെ കാച്ച്മെന്റ് ഏരിയയിൽ നിന്ന് 2018, 19, 20, 21 എക്സ്പ്ലോറേഷൻ സമയത്ത് കണ്ടെത്തിയ കുറെ സൈറ്റുകൾ ആണ്. അവയൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്നെ കേട്ടിരിക്കേണ്ട ആളുകൾക്ക് മെഗാലിത്തിക് ബറീൽസിന്റെ ടൈപ്പോളജിയെ പറ്റി ഏകദേശം ഗ്രാഹ്യമുണ്ട്. അതുകൊണ്ട് എനിക്കിത് പ്രസന്റ് ചെയ്യാനും എളുപ്പമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സൈറ്റിന്റെ പേരുകൾ ഞാൻ അധികം പരാമർശിക്കുന്നില്ല, കാരണം ഇതെല്ലാം ലോക്കൽ പേരുകളാണ്. ഇവിടെയുള്ള ആളുകൾ കാണാതെ കുറച്ചുകൂടെ പരിചയമാകുക. അപ്പം ഓരോ സൈറ്റിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കാളികാവ് എന്നൊരു സ്ഥലമാണ്. യെല്ലോ കളറിൽ കാണിച്ചേക്കുന്നതാണ് സൈറ്റ്. അതിനടുത്തൊരു നദി ഒഴുകുന്നുണ്ട്, ചെറിയൊരു നദി, ഒരു സ്ട്രീം, നദി എന്ന് തന്നെ പറയത്തില്ല, ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സൈറ്റാണ്. നിങ്ങൾക്കറിയാം, കോട്ടയം വളരെ പ്രസിദ്ധമാണ് റബ്ബർ പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെയുള്ള റബ്ബർ പ്ലാന്റേഷൻ മേഖലകളിലൊക്കെ
ഇഷ്ടംപോലെ ചരിത്ര പ്രാധാന്യമുള്ള റിമൈൻസുകൾ പലയിടത്തും സ്കാറ്റേഡ് ആയിട്ട് കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊന്നും ആളുകൾക്ക് അതിനെപ്പറ്റി ഗ്രാഹ്യവുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് കണ്ടാലും അതിനകത്ത് നിധിയുണ്ടോ അല്ലെങ്കിൽ സ്വർണമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ സ്വന്തമായി കുഴിച്ചു നോക്കും. അങ്ങനെയാണ് ഇവിടെയുള്ള പല മോണുമെന്റ്സുകൾ നശിക്കപ്പെടുക. പിന്നെ റബ്ബർ പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് എന്താ പറയുക, ലാൻഡ് ടിൽറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇളകി മറിയാറുണ്ട്. ഇപ്പം പുതിയ മെഷീനറി വന്നതോടുകൂടി വ്യാപകമായിട്ട് സ്ഥലം കളയ്ക്കാറുണ്ട്. അതിപ്പം മെഷീൻ വെച്ചിട്ട് JCB വെച്ചിട്ട് കളയ്ക്കുന്ന കാരണം ഒത്തിരി സ്ട്രക്ചറുകൾ നശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ എങ്കിലും ഇപ്പോഴും കുറെ സൈറ്റുകൾ ഡോക്യുമെന്റ് ചെയ്യപ്പെടാതെ ലൊക്കേറ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. ഇതാണ് ഒരു പുതിയതായിട്ട് കണ്ടെത്തിയ ഡോൾമെൻ. ഈ ഡോൾമെന് പ്രത്യേകതയുണ്ട്. ഈ ഡോൾമെന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ക്യാപ്സ്റ്റോൺ ആണ്. ഡോൾമെൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, 4 വെർട്ടിക്കൽ സ്റ്റോണുകൾ ഇരിക്കുന്നു, അതിന് മുകളിൽ ഒരു മേശ പോലെ ഒരു ക്യാപ്സ്റ്റോൺ. ഈ ക്യാപ്സ്റ്റോൺ ഈ റീജിയനിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇതുവരെ കണ്ടെത്തിയതിലെ ഏറ്റവും വലിയൊരു ക്യാപ്സ്റ്റോൺ ആണ്. ഏകദേശം ഒരു 3.8 മീറ്റർ നീളവും 2.8 മീറ്റർ വിത്തുമുള്ള ഒരു വലിയൊരു ക്യാപ്സ്റ്റോൺ ആണ്. ഇൻട്രസ്റ്റിംഗ്ലി ഈ ക്യാപ്സ്റ്റോണിന്റെ മുകളില് കപ്പ് മാർക്കിലുണ്ട്. കപ്പ് മാർക്സ് അല്ലെങ്കിൽ കുപ്പിൾസ് എന്ന് വിളിക്കും. കുപ്പിൾസ് എന്താ കുപ്പിൾസ് അല്ലെങ്കിൽ കപ്പ് മാർക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും നമ്മൾ പല റോക്ക് ആർട്ട് സൈഡിലേക്ക് കാണുന്നതാണ്. റോക്ക് ആർട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. എങ്കിലും റോക്ക് ആർട്ട് സൈറ്റിൽ കോമൺ ആയിട്ട് പിഗ്മെന്റ്സുകൾ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ കല്ലുകൊണ്ട് ഇടിച്ചിടിച്ച് അത് പൊടിച്ച് അത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ദാവാം എന്നാണ് അതിന്റെ അനുമാനം. എനിവേ ഈ ഒരു മെഗാലിത്തിക് ഡോൾമെന്റിന്റെ ക്യാപ്സ്റ്റോണിന് മുകളിൽ കുറെ കപ്പ് മാർക്സുകൾ കുപ്പിൾസുകൾ കണ്ടെത്തി. ഒരെണ്ണമൊന്നും അല്ല, ഏതാണ്ട് ഒരു 17ഓളം കപ്പ് മാർക്സുകൾ ഇതിന്റെ മുകളിൽ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതിൽ നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഫോട്ടോ സബ്സ്ക്രിപ്റ്റേക്കുന്നതെല്ലാം ചെറിയ ചെറിയ കപ്പ് മാർക്സുകളാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഏരിയൽ ഷോട്ടാണ്, റീസെന്റ് എടുത്തൊരു ഫോട്ടോയാണ്. കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. അത് കാണുന്ന ചെറിയ ചെറിയ കുഴികൾ. അത് ഈ ആർക്കിയോളജി എന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ മെഗാലിത്തിക് എന്ന ടോപ്പിക് അറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. മെഗാലിത്തിക് കോണ്ടസ്റ്റിൽ ഇത്തരം കപ്പ് മാർക്കുകൾ അത്ര കോമൺ അല്ല. പ്രീ ഹിസ്റ്റോറിക് റോക്കാർട്ട് സൈറ്റുകളിൽ റോക്കാർട്ടുള്ള പെയിന്റിംഗ് സൈറ്റ് മറിയിൽ ധാരാളം പെയിന്റിങ്സുകളുണ്ട്. ഇനി അല്ലെങ്കിൽ വടക്കൻ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം റോക്കാർട്ട് സൈറ്റുകളുണ്ട്. അവിടെയൊക്കെ ഈ കപ്പ് മാർക്സുകൾ വളരെ കോമൺ ആണ്. എന്നാലും മെഗാലിത്തിക് കോണ്ടസ്റ്റ് ഇത് അത്ര ഒരു കോമൺ ആയ ഒരു കാര്യമല്ല. സ്റ്റിൽ അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻസ് പോസിബിൾ അല്ല. എന്താണ് അതിന്റെ കാരണം അറിയത്തില്ല. എനിവേ ഇതൊരു എക്സ്ക്ലൂസീവ് ആയ ഒരു ഫൈൻഡിങ്സ് ആണ് ഈ പറഞ്ഞ പ്രദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിലൊരു ആർട്ടിസ്റ്റിക് റെപ്രസെന്റേഷൻ ആണ് ഈ കാണുന്നത്. കുപ്പിൾസ് അല്ലെങ്കിൽ കപ്പ് മാർക്സിന്റെ ലൊക്കേഷൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതിന്റെ സൈസ് ഓരോന്നിനും വ്യത്യാസമാണ്. ഏകദേശം 5 സെന്റിമീറ്റർ വിഡ്ത്ത് ഉള്ളതുണ്ട്, 8 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ളതുണ്ട്, നോട്ട് വിഡ്ത്ത് ഡയമീറ്റർ ഉള്ളതുണ്ട്. പല ഡയമീറ്ററുള്ള കുപ്പിൾസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ മറ്റൊരു സൈറ്റ് മരങ്ങാട്ടുപള്ളി എന്ന സ്ഥലമാണ്. അവിടെ ഒരു വീടിന്റെ മുറ്റത്ത് ഏകദേശം 15ഓളം ഡോൾമെൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചരിത്രം അല്ലെങ്കിൽ ഇത്തരം ആർക്കിയോളജിക്കൽ മോണമെന്റ്സിനോടോ അല്ലെങ്കിൽ ഇത്തരം മോണമെന്റ്സിനോടോ ഒന്നും ആളുകൾക്ക് കാര്യമായിട്ട് ധാരണയില്ലാത്ത കാരണം അവരത് സ്വാഭാവികമായിട്ടും തുറന്നു നോക്കും. അതിനകത്ത് സ്വർണ്ണം ഉണ്ടോ നോക്കും, അവർ കുഴിച്ചു നോക്കും. അതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ 15ഓളം ഉണ്ടായിരുന്നു. നല്ല കല്ലുകളാണ്. അപ്പോൾ അതെല്ലാം പിന്നീട് അവരുടേതായ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത് അപ്പോൾ 2-3 മാത്രമേ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളൂ. ഇത് ഒരു ഡിസ്റ്റർബ്ഡ് സൈറ്റാണ്. ആർക്കിയോളജിയെ സംബന്ധിച്ച് ഡിസ്റ്റർബ്ഡ് സൈറ്റുകൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് നമുക്ക് പ്രൈമറി ഡാറ്റ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു 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 സ്ട്രക്ചർ എന്ന് മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ആണ്. സെയിം സൈറ്റ് വേറെ ഏകദേശം 3 എണ്ണം ഇപ്പോൾ സർവേ ചെയ്യുന്നുണ്ട്. 15 എണ്ണം അവിടെ ഉണ്ടായിരുന്നു. ഉടക്കച്ചിറ എന്ന സൈറ്റിൽ നിന്ന് കുറെ ആൺബറിയൽസുകൾ കിട്ടി. ആൺബറിയൽസുകൾ ഈ കാണുന്നതാണ് ആൺബറിയൽസിന്റെ ഒരു ക്ലോസപ്പ് വ്യൂ. ഇവിടെ ഒരു അമ്പലത്തിന്റെ ഭാഗത്ത് കുറച്ച് മണ്ണ് മാറ്റിയ സമയത്ത് ആക്സിഡന്റിൽ കണ്ടെത്തിയതാണ്. ഈ ഒരു പ്രദേശത്തിരിക്കുന്ന ആൺബറിയലിന്റെ ക്ലോസ് ആണ് ഈ കാണുന്നത്. അതിന്റെ ഹാഫ് പോർഷൻ കട്ടായിപ്പോയി. JCBക്ക് മണ്ണെടുത്ത് മാറ്റുമ്പോൾ അതിന്റെ പകുതി ഭാഗം പൊട്ടിപ്പോയി. ഇങ്ങനെ വന്നപ്പോഴാണ് അത് കാണുന്നത്.
അതോടൊപ്പം തന്നെ അതിനടുത്ത് തന്നെ ഈ കാണുന്ന ഈ പ്രദേശത്ത് കണ്ട ഒരു ആൺപറയിലെ ക്ലോസ് വ്യൂ ആണ് ഈ കാണുന്നത്. അതിന്റെ പകുതിയോളം ഭാഗം മണ്ണെടുത്ത് മാറ്റപ്പെട്ടു. അപ്പം എനിവേ ഇതിപ്പം നമ്മുടെ ഞങ്ങൾക്ക് സെന്റ് തോമസ് കോളേജിൽ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ഇത് ഇരിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റുകളൊന്നും നമുക്ക് അതിന്റെ കോണ്ടക്സ്റ്റ് നഷ്ടപ്പെട്ട് നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒബ്ജക്റ്റ് ആയിട്ട് മാത്രമേ കീപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ ആണ്. ഇനി മറ്റൊരു സൈറ്റ് പാറപ്പള്ളി എന്ന സൈറ്റാണ്. ഏതാണ്ട് ഈ മീനച്ചിൽ നദിയുടെ തീരത്ത് നിന്ന് ഏതാണ്ട് 500 മീറ്റർ ദൂരം മാത്രം മാറി ഒരു സൈറ്റാണ്. ഒരു സ്കൂളിന്റെ മുറ്റത്താണ്. ഏതാണ്ട് ഒരു 6 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ഒരു സ്ക്വയറിന്റെ അകത്ത് നമ്മളൊരു ടേപ്പ് അങ്ങനെ ഇട്ടാണ് അതിൻ്റെ ഒരു സൈസ്. അത്രമാത്രം പ്രദേശത്ത് 6 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുള്ള ഒരു ബോക്സിന്റെ അകത്ത് കുറെ നന്നങ്ങാടികൾ, ആൺപറിയൽസ്. നിങ്ങൾക്ക് അതിന്റെ ക്ലോസ് വ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നതിന് 3 എണ്ണം അടുത്തടുത്ത് കാണാം. മൊത്തം 7 ആൺപറിയൽസുകൾ ഇവിടുന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്തു. എക്സ്കവേറ്റ് ചെയ്തില്ല, എക്സ്പ്ലോറേഷൻ ഇവിടെ കിട്ടിയ ഡാറ്റ മാത്രമാണത്. നേരത്തെ പറഞ്ഞത് പയ്യാനിത്തോട്ടം ഒരു റബ്ബർ മേഖലയാണ്, റബ്ബർ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കിട്ടിയേക്കുന്ന ഒരു സിസ്റ്റർ ബറിയലിന്റെ എവിഡൻസ് ആണ്. ഇതാണ് വേറൊരു സൈറ്റ്. മറ്റൊരു സൈറ്റാണ് ഏതാണ്ട് വാഗമണ്ണിനടുത്തുള്ള വരാട്ടുമേട് എന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഡോൾമെന്റെ റിമൈൻസ് ആണ്. അതും ഒരു ഡിലാപ്പിലേറ്റഡ് കണ്ടീഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒറിജിനൽ കോൺടെക്സ്റ്റ് നഷ്ടപ്പെട്ടു. ആളുകൾ അത് പല രീതിയിൽ കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പല പർപ്പസിന് വേണ്ടി അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡിസ്റ്റർബ്ഡ് കണ്ടീഷനാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ മെഗാലിത്തിക് ബറിയൽസ് ആണ് റീസെന്റ് നമുക്ക് കിട്ടിയത്. ഇതൊരു മെൻഹിർ ആണ്. മെൻഹിർ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇത് ഈ പറയുന്ന കുറവലങ്ങാനടുത്തുള്ള ഒരു മെൻഹിർ ആണ്. ഇങ്ങനെയുള്ള കുറെ സൈറ്റുകളാണ്. ഈ കാണുന്ന മാപ്പില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 20-22 സൈറ്റുകളുണ്ട്. നേരത്തെ 1963 നടത്തിയ എക്സ്പ്ലോറേഷനിലുള്ള സൈറ്റുകളും ഈ 2018-20 സമയത്ത് ഞാൻ നടത്തിയ എക്സ്പ്ലോറേഷനിലാണ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മീനച്ചിൽ നദിയുടെ ക്യാച്ച്മെന്റ് ഏരിയയിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ ക്യാച്ച്മെന്റ്, ആ റിവറിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലാണ് ഈ ഡോട്ടുകളെല്ലാം. ഇതെല്ലാം ഓരോ സൈറ്റുകളാണ്. നമ്മളിപ്പോൾ കണ്ട 5-6 സൈറ്റ് കൂടാതെ നേരത്തെ 1960s മുതൽ നടത്തിയ എക്സ്പ്ലോറേഷനിലുള്ള സൈറ്റുകളും കൂടെ കൂട്ടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ റിവർ ക്യാച്ച്മെന്റ് ഏരിയയിലുള്ള ഒരു സൈറ്റുകളുടെ ഒരു ലൊക്കേഷനാണ് കാണിക്കുക. വളരെ റിച്ചാണ് ഈ ഏരിയ, വളരെ റിച്ചാണ്. നൗ അതിന്റെ ഓരോ സൈറ്റിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ റെഫറൻസ് കാര്യങ്ങളൊക്കെയാണ്. നൗ മൂവിങ് ടു സം അതർ ടോപ്പിക്സ്. മീനച്ചിൽ നദിയുടെ തീരത്തു നിന്ന് തന്നെ 2004 നിയോളിത്തിക് സെൽറ്റ് പോളിഷ്ഡ് സ്റ്റോൺ ആണ്, പോളിഷ്ഡ് സ്റ്റോൺ ആക്സ് ആറ്റില് മണല് വരുന്നവർക്ക് കിട്ടി. അത് നമ്മുടെ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. കോളേജിന്റെ മ്യൂസിയത്തിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സോ ഇതൊരു കോണ്ടക്സ്റ്റിൽ നിന്ന് കിട്ടിയതല്ല, ആർക്കിയോളജിക്കൽ കോണ്ടക്സ്റ്റിൽ നിന്ന് കിട്ടിയതല്ല, നദിയിൽ നിന്ന് കിട്ടിയതാണ്. എനിവേ, ദ പ്രസൻസ് ഓഫ് നിയോളിത്തിക് സെൽറ്റ് സൂചിപ്പിക്കുന്നത് ഈ ഒരു റീജിയന്റെ ഹിസ്റ്റോറിസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്രം കുറച്ചുകൂടെ പഴക്കമുള്ളത് ആണെന്നാണ് അത് കാണിക്കുക. ഇത് കൂടാതെ നമ്മുടെ ഈ മീനച്ചിൽ റീജിയനിൽ വളരെ കോമൺ ആണ് ഈ അയൺ സ്ലാഗുകൾ. അയൺ സ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുമ്പ് ഉരുക്കുമ്പോൾ, സ്മെൽറ്റ് ചെയ്യുമ്പോൾ അത് ഉരുകി മണ്ണിലേക്ക് വീണ് കഴിയുമ്പോൾ അത് മണ്ണിലോട്ട് ഉരുണ്ട് മണ്ണിന്റെ കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പതിയെ അവിടെ കിടക്കും, ചെറിയ ചെറിയ കല്ലുകൾ പോലെ കിടക്കും. ഇതിനെ ആൾക്കാർ ഉൽക്കാനൊക്കെ വിളിക്കുന്നത്. നാട്ടില് നമ്മൾ പറമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും ഇത്തരം അയൺ സ്ലാഗുകൾ. കുറെ അയൺ സ്ലാഗുകൾ കിട്ടാറുണ്ട്. നമ്മുടെ കോളേജിലുള്ള കുട്ടികളൊക്കെ ഇത് അവരുടെ വീടുകളിൽ നിന്നും അവരുടെ വീടിന്റെ പരിസരത്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ മ്യൂസിയത്തിൽ കുറെ അയൺ സ്ലാഗുകൾ ഇരിപ്പുണ്ട്. ഇവിടെ കുറെ സ്ഥലനാമങ്ങളുണ്ട്. ഉദാഹരണം അയർക്കുന്ന, ചെമ്പിളാർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഈ പറയുന്ന മെറ്റൽ അല്ലെങ്കിൽ അയൺ സ്മെൽറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ സൂചിപ്പിക്കുന്ന പല സ്ഥലനാമങ്ങളും ഉണ്ട്. ഇങ്ങനെ ഈ റീജിയനിലെ എന്ന് കിട്ടിയേക്കുന്ന നേരത്തെ സൂചിപ്പിച്ചതിൽ വ്യത്യസ്തമായ കുറച്ച് ഐറ്റമാണ് ഇവിടെ ഉള്ളത്. ഞാൻ ആ ടോപ്പിക് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. 2007-08 ഞാൻ ആരംഭിച്ച ഒരു എക്സ്പ്ലോറേഷന്റെ ഡാറ്റയാണ് ഈ കാണിക്കാൻ പോകുന്നത്. ചുമടുതാങ്ങി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ പ്രദേശവും ഉള്ളതാണ് ചുമടുതാങ്ങിക്കല്ല്. ചുമടുതാങ്ങിക്കല്ല് എല്ലാവർക്കും പരിചയമുണ്ട്. നാഗമയ്യ അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആളുകൾ തലയിൽ ചുമടുമായിട്ട് പോകുമ്പോൾ അവർ മടുത്തു കഴിയുമ്പോൾ അവർക്ക് തലയിൽ നിന്ന് അവരുടെ തലയിലിരിക്കുന്ന ഭാരം എടുത്ത് വെക്കാനും വേറൊരാളുടെ സഹായം കൂടാതെ തിരിച്ച് തലയിലേക്ക് വെക്കാനും വേണ്ടിയിട്ടുള്ള സഹായിയാണ് ഈ പറയുന്ന ചുമട് താങ്ങിക്കല്ലുകൾ.
ഇതിന് പല പേരുകളുണ്ട്. അത്താണി എന്ന് പേരുണ്ട്. അങ്ങനെ പല പേരുകളും പല പ്രദേശത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട കോട്ടയം ജില്ലയിൽ അതിനുവേണ്ടി തന്നെ ഒരു അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു എക്സ്പ്ലോറേഷൻ പറ്റിയ ഭയങ്കര രസകരമായ ഡേറ്റയാണ് ഞാൻ ഇനി കുറച്ചു സമയത്തേക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ അത്താണി എന്ന് പേരുണ്ട്, എളപ്പെന്ന് പേരുണ്ട്, ചുവടുതാങ്ങി എന്ന് പേരുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു റീജിയനിലുള്ള പേര്. ഇനി നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരുടെ പ്രദേശങ്ങളിൽ വേറെ പേരുകൾ ഉണ്ടാകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ജേർണലിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് 2 തരത്തിലുള്ള കല്ലുകളാണ് നമുക്കുള്ളത്. ഇവിടെ കാണുന്നത് 3 വെർട്ടിക്കൽ സ്റ്റോണ്. ഇവിടെ ഇത് പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. ഞാനൊന്ന് വെറുതെ പറയുകയാണ്. 3 വെർട്ടിക്കൽ സ്റ്റോൺസ്, 1, 2, 3. അതിന് മുകളിൽ 2 ഹൊറിസോണ്ടൽ സ്റ്റോൺ. ഇതാണ് ഒരു കാറ്റഗറി. മറ്റൊരു കാറ്റഗറി ഒരു സിംഗിൾ സ്റ്റോൺ ഹൊറിസോണ്ടലായിട്ട് വെക്കും, അതിനെ താങ്ങി നിർത്തിക്കൊണ്ട് 2 വെർട്ടിക്കൽ സ്റ്റോൺസ്. അങ്ങനെ 2 കാറ്റഗറിയാണ് ഇതിനകത്തുള്ളത്. ചില ചുമടുതാങ്ങി കല്ലിൽ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതില് ലിപി എന്താ പറയാ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പം അത്തരം ഇൻസ്ക്രിപ്ഷൻ ഉള്ള ചുമടുതാങ്ങി കല്ലുകളും ഉണ്ട്. നാഗമയ്യ പറഞ്ഞിട്ടുള്ളത് പണ്ട് തിരുവിതാംകൂറില് ഏതാണ്ട് ഓരോ ഭരണോങ്ങിലും ഓരോ ചുമടുതാങ്ങി കല്ല് വെച്ചുകൊണ്ടായിരുന്നു എന്നാണ്. ഇനിവേ ഇത്രയും വർഷങ്ങളായി പലതും നശിക്കപ്പെട്ടു. കാരണം റോഡുകൾ വന്നു, റോഡുകൾ വീതി കൂട്ടി, അങ്ങനെ പലതും നശിക്കപ്പെട്ടു. എനിവേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതാണ്. ഇത് പൂഞ്ഞാർ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട എന്ന ഒരു സ്ഥലത്ത്, ഈരാറ്റുപേട്ട തൊടുപുഴ റോഡ് സൈഡിലുള്ള ഒരു ചുമടുതാങ്ങിക്കല്ലാണ്. അതിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. 2 വെർട്ടിക്കൽ സ്റ്റോൺ, അതിന് മുകളിലുള്ള ഹൊറിസോണ്ടൽ സ്റ്റോൺ പൊട്ടിപ്പോയി. അത് ഹ്യൂമൻ വാൻഡലിസത്തിലൂടെ നശിച്ചത്, മനുഷ്യൻ തന്നെ നശിപ്പിച്ചതാണ്. അതിൽ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. അതിൽ ഇൻസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ ആരോ പെയിന്റ് അടിച്ചു വെച്ചവരാണ് അത് വെള്ള കളറിൽ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. അത്തരം ഇൻസ്ക്രിപ്ഷൻ അതിൽ കാണാൻ സാധിക്കും. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഇൻസ്ക്രിപ്ഷന്റെ. ഇത് വേറൊരു സൈറ്റ്. ഇവിടെ ചില കല്ലിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ചെറിയ തുളകൾ കാണാൻ സാധിക്കും. അപ്പം ആടിനെയൊക്കെ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അത്തരം തുളകളൊക്കെ ഈ വെർട്ടിക്കൽ സ്റ്റോൺസിൽ കാണാൻ സാധിക്കും. വലിയ കല്ലുകളാണ്. ഇങ്ങനെ കുറേ സൈറ്റുകൾ ഈ പറയുന്ന കോട്ടയം ജില്ലയിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കോട്ടയം ടൗണിൽ തന്നെയുള്ള ഒരു ചുമടുതാങ്ങിയാണ്. ഇന്ന് അത് അവിടെ തന്നെയുണ്ട്. ഇത് വേറൊരു സൈറ്റാണ്. ഈ സൈറ്റിൽ നിന്ന് അൺഫോർച്ചുനേറ്റ്ലി നശിച്ചു പോയി. അത് ഒരു ലോക്കൽ വ്യക്തി ചൂടുതാങ്ങി സ്റ്റോൺ ആയിരുന്നത് അദ്ദേഹത്തിന്റെ തന്നെ വീട്ടിലേക്കുള്ള വഴി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയില്ലാതെ ആളുകൾ അതിനെ പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇന്നത് ഇല്ലാതെ നശിച്ചു പോയി. അത് MG യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള അതിരമ്പുഴ എന്ന സ്ഥലത്തു നിന്നുള്ള ചുമടുതാങ്ങി കല്ലാണ്. ഇന്നും അത് അവിടെ തന്നെയുണ്ട്. അതിൽ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ഈ ഇൻസ്ക്രിപ്ഷനിലൊക്കെ പേരുണ്ട്, ഇതാരാണ് ഡൊണേറ്റ് ചെയ്തത്, ഇറ്റ് ബിലോങ്സ് ടു. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്നയാളാണ്. നടുവിലേടത്ത് രാമൻ കൃഷ്ണൻ വക, 23 മകരമാസം, കൊല്ലവർഷം 1976 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1801 മകരമാസം 23-ാം തീയതി നടുവിലേടത്ത് രാമൻ കൃഷ്ണൻ വക എന്നാണ് അത് മലയാളത്തിൽ അത് എഴുതി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ താഴെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇൻസ്ക്രിപ്ഷൻ ഉള്ള ചുമടുതാങ്ങി കല്ലുകളും ഇവിടെയുണ്ട്. ഇത് കോട്ടയം ജില്ലയിലുള്ള അല്ലെങ്കിൽ മീനച്ചിൽ റിവർ ബേസിനിലുള്ള നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ചുമടുതാങ്ങി കല്ലാണ്. അതിന്റെ വർഷം അത് ഈ ഇൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് 1748 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1749 1750 തിരുവിതാംകൂർ ഈ പറയുന്ന പ്രദേശമെല്ലാം പിടിച്ചെടുക്കുന്നത്. തെക്കൻകൂറിന്റെയും വടക്കൻകൂറിന്റെയും പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നത്. അപ്പൊ ഏതാണ്ട് ആ ഒരു സമയത്ത് ഉള്ള ഒരു ചുമടുതാങ്ങി കല്ലാണ് ഇൻസ്ക്രിപ്ഷൻ സൂചിപ്പിക്കുന്നത്. 1748 ഫോർച്ചുനേറ്റ്ലി അത് ഒരെണ്ണം അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സൈറ്റുകൾ പലതും നശിച്ചത്, ഇനി അല്ലാത്തത് ചിലത് ആൾക്കാർ അശ്രദ്ധയോടുകൂടി മറ്റ് അവരുടെ തന്നെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അത് പിന്നീട് നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് അതിന്റെ അടിയിൽ ഇൻസ്ക്രിപ്ഷൻ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡേറ്റ ഞാൻ ജനറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇതൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ജേർണലിൽ. അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഓരോ സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. These are the locations of Chumudangi stones in the Meenachil River Basin.
ഈ മീനച്ചിൽ നദിയുടെ ഒരു കാച്ച്മെന്റ് ഏരിയയിലുള്ള ചുമടുതാങ്ങി കല്ലുകളുടെ ലൊക്കേഷനാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് കാണുന്ന മൂവാറ്റുപുഴ നദിയുടെ കാച്ച്മെന്റ് ഏരിയയിലുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നദിമാർഗം വരുന്ന സ്പൈസസ് അല്ലെങ്കിൽ ഒരു ഉൾപ്രദേശങ്ങളിൽ നിന്നും തലച്ചുമടായിട്ട് വന്ന് നദിയിലേക്ക് എത്തുന്നു. നദിയിലൂടെ ബോട്ട് മാർഗമാണ് ഈ സ്പൈസസ് കൊച്ചിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതല്ല ഏരിയ ബിറ്റ്വീൻ ടു റിവേഴ്സ്, ഉദാഹരണത്തിന് മീനച്ചിൽ, മണിമല നദികളുടെ ഇടയിലുള്ള ഈ ലാൻഡിൽ നമുക്ക് ഇഷ്ടംപോലെ ചുമടുതാങ്ങി കല്ലുകൾ കാണാൻ സാധിക്കും. പിന്നീട് അത് ഹൈവേകളായി. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കോട്ടയം കുമളി ആ റോഡൊക്കെ ഒരു കാലത്തത് ഇങ്ങനെ കാൽനടയായിട്ട് പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. പിന്നീട് അത് കാളവണ്ടി പോകാൻ തുടങ്ങി. പിന്നീടാണ് അല്ലെങ്കിൽ ലോറിയും ബസ്സും ഒക്കെ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും പല ഇത്തരം ചുമടായ കല്ലുകൾ നശിക്കപ്പെട്ടു. പക്ഷെ ഏകദേശം 22ഓളം ചുമടുതാങ്ങി കല്ലുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് 2007-08. അതിനുശേഷം ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള പകുതിയോളം ചുമടാങ്ങി കല്ലുകളും പോവുകയുണ്ടായി. എനിവേ ആ ഡാറ്റ നമ്മുടെ അടുത്ത് പ്രിസർവ്ഡ് ആയിട്ടോ ഉണ്ട്. മീനച്ചിൽ നദീ തീരത്തിന്റെ പ്രാദേശിക ചരിത്രം റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിലുള്ള പ്രൈമറി ഡാറ്റയായിട്ട് അത് നമ്മുടെ കയ്യിലുണ്ട്. ഇത് റീസെന്റ് എക്സ്പ്ലോറേഷൻ കണ്ടെത്തിയ ഒരു സർവേ കല്ലാണ്. ഇതിൽ കാണുന്ന ഒരു ശംഖ് സ്വാഭാവികമായിട്ടും അത് പഴയ തിരുവിതാംകൂർ ഡൈനാസ്റ്റിയുടെ സിമ്പലാണ്. ഇത് ഒരു കാലത്ത് സർവേ കല്ല് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊതിക്കല്ല് എന്നുള്ളത് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള ബോർഡർ സ്റ്റേറ്റിൽ ഇടുന്ന കല്ലുകളാണ്. ഒരു കല്ല് ഇതുപോലത്തെ കല്ല്, ആ കല്ലിന്റെ ഒരു വശത്ത് കോ എന്നും മറുവശത്ത് തീ എന്നും എഴുതും. അപ്പൊ കോ എന്ന് എഴുതിയേക്കുന്നതോട് അവിടെ മുതൽ അങ്ങോട്ടുള്ളത് കൊച്ചിയും, തീ എന്ന് എഴുതിയേക്കുന്ന പ്രദേശം തിരുവിതാംകൂറുമാണ്. തിരുവനന്തപുരം കൊച്ചിയും തമ്മിലുള്ള ബോർഡർ ഏരിയയിൽ ബോർഡർ ലൈനിൽ വരുന്ന കല്ലുകളാണ് കൊതിക്കല്ലുകൾ. അത് വളരെ കോമൺ ആയിട്ട് ഇപ്പം പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് കോട്ടപ്പുറത്ത് അങ്ങനൊരു കല്ല് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അങ്ങനെ വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒന്നല്ല. ഇത് ഈ മീനച്ചിൽ റിവർ ബേസിൽ നിന്ന് ഒരു പ്രദേശത്ത് ഇരിക്കുന്ന ഒരു സർവേ കല്ലാണ്. ഇത് കൂടാതെ എല്ലാ പ്രദേശത്തും ഉള്ള പോലെ തന്നെ ഈ മീനച്ചിൽ റീജിയനിലും നിരവധി സർപ്പക്കാവുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശില്പങ്ങൾ ധാരാളമുണ്ട്. പ്രധാനമായിട്ടും ഈ സ്ഥലം വിൽക്കുകയും അല്ലെങ്കിൽ കൾട്ടിവേഷന്റെ ഭാഗമായിട്ടൊക്കെ ഒത്തിരി നശിക്കപ്പെട്ടു. അങ്ങനെയുള്ള കുറെ സ്കൾപ്ചേഴ്സ് നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊരു ഹെഡ്ലെസ് സ്കൾപ്ചറാണ്. അതിൻ്റെ ഹെഡില്ല, ബോഡി മാത്രമേ ഉള്ളൂ. ഇതൊരു തോട്ടിൽ നിന്ന് കിട്ടിയതാണ്. കൊങ്ങാണ്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് തോട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് കാണിക്കുന്നത് അതിൻ്റെ എന്താ പറയുക ഡ്രസ്സിങ് പാറ്റേൺ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു വിഷ്ണു സ്കൾപ്ചർ ആണ് എന്നുള്ളതാണ്. അതിൻ്റെ ഹെഡ്ലെസ് ആണ്. അതിൻ്റെ പല ഭാഗമില്ല. ഇങ്ങനെയുള്ള സ്കാറ്റേർഡായ ഫൈൻഡിങ്സുകളും ധാരാളം നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ മൂവിങ് ടു ലാസ്റ്റ് പാർട്ട് ഓഫ് മൈ പ്രസന്റേഷൻ, നമ്മൾ ഈ ഓരോ റീജിയൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു റീജിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട പല എവിഡൻസുകളും നമുക്ക് കിട്ടാറുണ്ട്. അതിനപ്പുറത്തേക്ക് അത് ഏത് റീജിയൻ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഈ റിച്ച് ഹെറിറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹെറിറ്റേജ് നമ്മൾ പ്രിസർവ് ചെയ്യപ്പെടേണ്ടതാണ്. അത് വലിയൊരു കാര്യമാണ്. ഈ ഫോട്ടോസ് കാണുന്നത് രാഷ്ട്രീയപരമായിട്ടൊന്നും ആരും കാണണ്ട എങ്കിലും ഇത്തരം ഹെറിറ്റേജുകൾ ഇന്ന് ആളുകൾക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ അവർ പല രീതിയിൽ അതിനെ യൂസ് ചെയ്യാറുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ അത് പെയിന്റ് അടിക്കാറുണ്ട്, അതിനകത്ത് അതില് കളർ ചെയ്യാറുണ്ട്, അപ്പൊ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അറിയില്ലാതെ ചെയ്യുന്നതാണ്. ഹെറിറ്റേജ് പ്രിസർവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെറിറ്റേജ് പ്രിസർവേഷൻ എന്താണ്? ഹെറിറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, യുനെസ്കോ പറഞ്ഞു വെച്ചേക്കുന്നതനുസരിച്ച് something that we have inherited from the past, something that we have received from the past, something that we have to pass on to the future generation. അതിനെയാണ് ഹെറിറ്റേജ് എന്ന് വിളിക്കുക. ഹെറിറ്റേജ് രണ്ട് തരത്തിലുണ്ട്, ടാഞ്ചിബിളും ഉണ്ട്, ഇൻടാഞ്ചിബിളും ഉണ്ട്. നമുക്ക് തൊടാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് സ്പർശിക്കാൻ സാധിക്കാത്തതുകൊണ്ട്. തൊടാൻ സാധിക്കുന്ന ഹെറിറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൾപ്ചേഴ്സ്, പെയിന്റിങ്സ്, ഇപ്പൊ കണ്ട ഏൺബറിയൽസ്, ഈ ചുമടുതാങ്ങി കല്ലുകൾ, ആർക്കിയോളജിക്കൽ
ആയ മോണമെന്റ്സുകളൊക്കെ നമുക്ക് ടാഞ്ചിബിളായ ഹെറിറ്റേജ്. ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ സാധിക്കത്തില്ല. ഓറൽ ട്രഡീഷൻസ്, മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ്, ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ്. പിന്നെ ഈ ടാഞ്ചിബിൾ ഹെറിറ്റേജ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടിക്കിൾ 49 അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട ആന്റിക്വിറ്റി ലോസ് ഉണ്ട്. ഈ രണ്ട് ആന്റിക്വിറ്റി ലോസ് ഇന്ത്യയിലുള്ള ആണ്. ഒന്ന് 1958 ലോയും മറ്റൊന്ന് 1972 ലോയും. ഒരെണ്ണം മോണമെന്റ്സിന്റെ പ്രിസർവേഷന് വേണ്ടിയിട്ടും മറ്റൊന്ന് ആന്റിക്വിറ്റീസിന്റെ എക്സ്പോർട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ആന്റിക്വിറ്റി ലോസ് ഉണ്ട്. എനിവേ ഈ ആന്റിക്വിറ്റി ലോസ് ഒന്നും ആളുകൾക്ക് അറിയില്ലാത്ത കാരണം, നമ്മുടെ ആളുകൾക്ക് അതിനകത്ത് ധാരണയില്ലാത്ത കാരണം ഒത്തിരി ആന്റിക്വിറ്റീസും മോണമെന്റ്സുകളും ഒക്കെ നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രിസർവ് ചെയ്യണം. അപ്പൊ എൻ്റെ റിസർച്ചിന്റെ ഫലമായിട്ട് ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിയ കുറച്ച് വർക്കുകൾ ഇതിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പല സൈറ്റുകളും ഇല്ല. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു ആർട്ടിക്കിളും ഞാൻ പബ്ലിഷ് ചെയ്യുന്ന കുറച്ച് ആർട്ടിക്കിളും ആ ഫോട്ടോസൊക്കെ മാത്രമേ ഇപ്പോൾ സർവൈവ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് കാണിക്കുന്നത് ഒട്ടുമിക്ക സ്റ്റേറ്റിലും സ്വന്തമായിട്ട് ഹെറിറ്റേജ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. എന്നാൽ കേരളത്തിന് നമ്മുടെ അസംബ്ലി പാസ്സാക്കിയ ഒരു ഹെറിറ്റേജ് പ്രൊട്ടക്ഷൻ ആക്ട് ഇല്ല. ഇത് വെസ്റ്റ് ബംഗാൾ, ഒറീസ, ആസാം, ഏറ്റവും അവസാനിക്കുന്നത് ഡൽഹി ആണെന്ന് തോന്നുന്നു 2004 പാസ്സാക്കിയ ഹെറിറ്റേജ് പ്രൊട്ടക്ഷൻ ലോ. ഓരോ സ്റ്റേറ്റിനും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയ 2 നിയമമുണ്ട്. അതുകൂടാതെ ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആന്റിക്വിറ്റി അല്ലെങ്കിൽ സൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ലോസ് ഒക്കെ ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരള നമ്മുടെ കയ്യിൽ നമ്മൾ ഒന്നും പാസ്സാക്കിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഗവൺമെന്റിന്റെ തലത്തിനപ്പുറത്തേക്ക് ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ബോധം തീർച്ചയായും കടന്നു വരേണ്ടതാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് മനസ്സിലായി കാണും. ഈ പിക്ചർ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. കാളികാവ് എന്ന പ്രദേശത്ത് നിന്ന് കിട്ടിയ ഒരു കപ്പിൾസ് അല്ലെങ്കിൽ കപ്പ് മാർക്സ് ഉള്ള ഒരു ഡോൾമനാണ്. ഈ ഡോൾമന്റെ 2010 ഫോട്ടോയാണ്. ആളുകൾ അതിനെ യൂസ് ചെയ്തത് വെറുതെ വിറക് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അത്രമാത്രം പിന്നീട് അത് ഞാനല്ല എൻ്റെ കുട്ടികൾ അത് പിന്നീട് അത് ട്രേസ് ചെയ്തു. അങ്ങനെ ഡോൾമന് ട്രേസ് ചെയ്തു, അത് റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ കപ്പിൾസ് കണ്ടെത്തി. സോ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത്. പക്ഷെ നമ്മൾ കീപ്പ് ചെയ്തേക്കുന്നത് ഈ രീതിയിലാണ്. അത് ഈ ഒരു കൾച്ചറിനെ പറ്റി അല്ലെങ്കിൽ ഹെറിറ്റേജ് പ്രൊട്ടക്ഷനെ പറ്റിയുള്ള ആളുകളുടെ ഇടയിലേക്കൊരു മെസ്സേജും കൂടെ കൊടുക്കാൻ ഇത്തരം സ്റ്റഡീസിന് സഹായകരമാകും എന്നുള്ളത് കൂടെയാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സൈറ്റ് ഇത് വേദഗിരി, ഏറ്റുമാനടുത്തുള്ള വേദഗിരി എന്ന സൈറ്റാണ്. ഇത് 2013 ഫോട്ടോയാണ്. ഇത് 2022 ഫോട്ടോയാണ്. മെൻഹിർ ആണ്, ഒരു ഗ്രാനൈറ്റ് മെൻഹിർ ആണ്. ഈ മെൻഹിർ ഗ്രാജുവലി അതിൻ്റെ ഒരു നേച്ചർ മാറി അത് ഇപ്പോൾ ഒരു റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു. ആ രീതിയിലേക്ക് അത് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ശിവലിംഗമായിട്ട് അതിനെ ആരാധിക്കുന്നു. ഗ്രാജുവലി ഉള്ള ആ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു സൈറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാത്തുണ്ണിപ്പാറ എന്ന കോട്ടയം ടൗണിനടുത്തുള്ള ഒരു സൈറ്റാണ്. മുടിയൂർക്കര എന്ന സ്ഥലത്ത്. ഇത് 1975-76 എടുത്ത ഫോട്ടോയാണ്. ഇത് റോക്കറ്റ് കേവാണ്. ഈ റോക്കറ്റ് കേവ് പലരും അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം പരാമർശിച്ചത് എനിക്ക് തോന്നുന്നു 1981 അല്ലെങ്കിൽ 87 കാലഘട്ടത്തിലാണ്. പക്ഷെ പിന്നീട് ഇത് പൊട്ടിച്ചു കളഞ്ഞു. അഥവാ കല്ല് വേണ്ടിയിട്ട് ആ ഒരു പാറ കംപ്ലീറ്റ് പൊട്ടിച്ചു കളഞ്ഞു. ഇന്നത് അവിടെ അവശേഷിക്കുന്നില്ല. ആ പാടെ കുറച്ച് കല്ലുകൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലീല മേനോൻ ഇന്ത്യൻ എക്സ്പ്രസിൽ 1991-92 അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഈ ഒരു ചാത്തുണ്ണിപ്പാറ എന്ന റോക്കറ്റ് കേവ് which was destroyed. അപ്പം this is how we are losing our heritage. അപ്പോൾ ഈ പ്രാദേശിക ചരിത്രം പുനർനിർമ്മിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏതൊരു റിസർച്ചിലും സ്വാഭാവികമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രിസർവേഷൻ. ഞാൻ എൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് കിടക്കുകയാണ്. മീൻസ് റിവർ ബേസിനിൽ കിട്ടിയേക്കുന്ന കുറേ പ്രൈമറി ഡാറ്റ, ആർക്കിയോളജിക്കൽ സൈറ്റുകൾ, മോണമെന്റ്സുകൾ, അത് പ്രൈമറി ഡാറ്റ ധാരാളമുണ്ട്. There are many secondary data available with regards to മീൻസ് റിവർ ബേസിൻ, അല്ലെങ്കിൽ പോർച്ചുഗീസ് ട്രേഡ്, അല്ലെങ്കിൽ
ഇൻഡോ റോമൻ ട്രേഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറെ ലിറ്ററേച്ചർ അവൈലബിൾ ആണ്. പക്ഷെ ഓൺ ദ അതർ സൈഡ് ആർക്കിയോളജിക്കൽ ഡാറ്റ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടേക്കുന്ന കുറെ സ്കാറ്റേർഡായ എവിഡൻസ് ആണ് ഈ പറയുന്ന ലിറ്റററി എവിഡൻസിന് ബാക്കപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഫ്യൂ എക്സാമ്പിൾസ് ആയിക്കൊള്ളട്ടെ, കിട്ടിയേക്കുന്ന ആർക്കിയോളജിക്കൽ ഡാറ്റ പ്രാദേശിക ചരിത്രം പുനർനിർമ്മിക്കാൻ ഒത്തിരി സഹായകരമായ ഒന്നാണ്. ഞാൻ എൻ്റെ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നെ കേട്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി. പ്രത്യേകിച്ച് ക്ലാസ് ഓർഗനൈസ് ചെയ്ത മലയാളം യൂണിവേഴ്സിറ്റി ചരിത്ര ഡിപ്പാർട്ട്മെന്റിനും മഞ്ജുഷ വർമ്മയ്ക്കും മറ്റു അധ്യാപകർക്കും അനിൽ മാഷിനും ശ്രീജ മിസ്സിനും എല്ലാ സ്കോളേഴ്സിനും ഒറ്റ വാക്കിൽ നന്ദി അറിയിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ ടോക്ക് ബേസിക്കലി ഒരു ആർക്കിയോളജി പോയിന്റ് ഓഫ് വ്യൂവിലായിരുന്നു. ആർക്കിയോളജി ഹിസ്റ്ററി സബ്ജക്റ്റിന് വെളിയിലുള്ളവർക്ക് എത്രമാത്രം അത് ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എനിവേ, നന്ദി. താങ്ക് യു. സിറിയക് സാറേ, കേൾക്കാവോ? കേൾക്കാം. പക്ഷേ ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജിക്കൽ പെർസ്പെക്റ്റീവ്സിലാണ് പറഞ്ഞതെങ്കിലും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടുമാണ് ടോപ്പിക്ക് പ്രസന്റ് ചെയ്തത്. ഇതിനകത്ത് മലയാളം ഉൾപ്പെടെ ഭാഷ ഉൾപ്പെടെ പഠിക്കുന്ന അതിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആർക്കും സാർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കൂടുതൽ എക്സ്ട്രാ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായെങ്കിലേ ഉള്ളൂ. ഞാൻ ഇതുവരെ മുഴുവനും കേട്ടിരിക്കുകയായിരുന്നു. നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ആർക്കിയോളജി ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. മാഷേ, വളരെ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇതൊന്നും അറിയുന്ന ഒരാളല്ല ഞാൻ. എങ്കിലും ഞാനത് വളരെ ശ്രദ്ധയോടും കൗതുകത്തോടും കൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് എന്നെ സംബന്ധിച്ചൊരു കേട്ടുപരിചയമുള്ളൊരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അത് സന്ധിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ധാരാളം നമ്മുടെ സ്മൃതികൾ ഉണർത്തുന്ന ഒരു പ്രദേശമാണത്. ഒരുപക്ഷെ ഇടുക്കിയിലേക്ക് അങ്ങ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പഴയ തമിഴകത്തിൻ്റെയും ഗോത്രജീവിതത്തിൻ്റെയും ഒക്കെ ധാരാളം തെളിവുകൾ അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും ഈ വ്യാപാരത്തിൻ്റെയും മതജീവിതത്തിൻ്റെയും ഒക്കെ ധാരാളം സൂചനകൾ കിട്ടുന്നു. ഇപ്പൊ മാഷ് പറഞ്ഞതിൽ തന്നെ നമുക്ക് ആ മെഗാലിത്തിക് പീരീഡ് മുതൽ ഇങ്ങോട്ടുള്ള ഈ ശവസംസ്കാര ചടങ്ങുകളുടെ വ്യത്യസ്ത മാതൃകകളാണല്ലോ വാസ്തവത്തിൽ ഈ മെഗാലിത്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനർത്ഥം അക്കാലത്ത് വ്യത്യസ്ത രീതിയിലുള്ള ശവസംസ്കാര ചടങ്ങ് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ മനുഷ്യര് ഗണം തിരിഞ്ഞു കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് ഒരുപക്ഷെ ഊഹിക്കാം. ഓരോരുത്തർക്കും ഓരോ സംസ്കാരമുള്ള വ്യത്യസ്ത ഗണങ്ങളായിട്ടാണ് ആളുകൾ ജീവിച്ചിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാന്ന് എനിക്കിങ്ങനെ തോന്നി അത് കേട്ടപ്പോൾ. അതുപോലെ അപ്പൊ പലതരത്തിലുള്ള ഇന്ന് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ പലതരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ള ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു എന്ന് കരുതാം. പിന്നീട് ബൗദ്ധ ട്രഡീഷൻ വരുന്നതിന്റെ സൂചനകൾ അവിടെ ഉണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ മറ്റു ചില ഡീറ്റീസിന്റെ ചില രൂപങ്ങൾ അവിടെ നിന്ന് കിട്ടിയതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ കാലം പ്രവഹിക്കുന്നതിനനുസരിച്ച് ഈ സംസ്കാരങ്ങൾ വന്നുപോയതിന്റെ ധാരാളം പാടുകൾ, ട്രേസസ് ആണ് വാസ്തവത്തിൽ മാഷുവിടെ അവതരിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നി. ഏറ്റവും അവസാനം വരുമ്പോൾ ഈ റോമൻ നാണയങ്ങളും പിന്നീട് അവിടുത്തെ ഈ ട്രേഡ് റൂട്ടിന്റെ ായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമടുതാങ്ങികളും, അപ്പൊ അതൊക്കെ വാസ്തവത്തിലൊരു അതിന്റെ ഈ പ്രവാഹം എന്ന് പറഞ്ഞാൽ പഴയ ഗോത്ര ജീവിതത്തിൽ നിന്ന് ആരംഭിച്ച് ആധുനിക കച്ചവട സമൂഹം വരെയുള്ള ഒരു ക്രമാനുഗതമായ ഒരു വളർച്ച എത്ര പ്രധാനമാണ്. ഇപ്പൊ ഇന്ന് നമ്മളൊരു പക്ഷെ മലമ്പ്രദേശം എന്നോ ആദിവാസികളുടെ ദേശം എന്നൊക്കെ വിചാരിച്ച് ഇന്ന് നമ്മൾ പറയാം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്, നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രം തിരുവനന്തപുരമാണെന്നൊക്കെ നമ്മൾ പറയും. വാസ്തവത്തിൽ നമ്മളുടെ ഇത്തരം പ്രദേശങ്ങളിലാണ് ഒരു കാലത്ത് സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും തുടിപ്പുകൾ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പരിഗണിക്കാതെ പോകുന്ന ജനസമൂഹങ്ങൾക്കകത്താണ് വലിയ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ ഈജിപ്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരം ലോകത്തെ വലിയൊരു സംസ്കാരമാണ്. പക്ഷെ ഇന്ന് ഈജിപ്ത് എന്ന് പറയുമ്പോൾ ആളുകളെ
അപരിഷ്കൃതരായ മനുഷ്യരുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിലൊക്കെയാണ് പലപ്പോഴും. അപ്പൊ അങ്ങനെ സംസ്കാരത്തെ പറ്റി നമ്മൾ പലപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്ന മൂല്യബോധം എത്രമാത്രം അപകടം നിറഞ്ഞതാണെന്നും എല്ലാ മനുഷ്യരും ജീവിതത്തിന്റെ പല കാലങ്ങളിൽ സംസ്കാര സമ്പന്നരായ മനുഷ്യരായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അങ്ങനെ പലതരം ആലോചനകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി മാഷ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ സാങ്കേതികമായ കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ രസകരമായി ഇത് കേട്ടുകൊണ്ടിരുന്നു. മാഷക്ക് പിന്നെ ഈ മലയാള സർവകലാശാലയുടെ ഈ ഗവേഷക കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു എന്റെ വ്യക്തിപരമായൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നേരിട്ട് എപ്പോഴെങ്കിലും കാണുകയും ചെയ്യാം. സന്തോഷം. ഞാൻ കുറച്ച് പിടിച്ച സംസാരിച്ചു, കാരണം ഈ പറയുന്ന പോലെ മറ്റു സബ്ജക്റ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ കാരണം അപ്പൊ അതിനകത്തൊരു ഒരു ഫ്ലോ കുറവ്, കാരണം ഒത്തിരി ടെക്നിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വളരെ ജനറൽ ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീജ ടീച്ചർ നേരത്തെ പറഞ്ഞത് ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രാദേശിക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു 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 പ്രദേശത്തെ നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ അതിന്റെ ടോട്ടൽ ഹിസ്റ്ററിയാണ് നമ്മുടെ പ്രാദേശിക ചരിത്രത്തിൽ ശരിക്കും അന്വേഷിക്കുക. അപ്പൊ അതിന്റെ പ്രാചീനത, ഒരു പ്രദേശത്തിന്റെ പ്രാചീനതയെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പല ഘട്ടങ്ങളിലും നമുക്ക് തെളിവ് സാമഗ്രികൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ശരിക്കും പറഞ്ഞാൽ മീനച്ചിൽ റിവർ ബേസിൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഉൾക്കൊള്ളുന്ന പ്രാചീനത തീർച്ചയായിട്ടും വെളിവാക്കുന്നതായിരുന്നു പ്രസന്റേഷൻ. വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചു. നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആണെന്ന് കൂടിയുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്തായാലും വളരെ വളരെ നന്നായിട്ട് പ്രയോജനപ്പെട്ടു എന്നാണ് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിചാരിച്ചു, മറന്നുപോയി. അതായത് ഈ മാഷ് അവസാനം പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ഒരു നയം കേരളത്തിന് ഇല്ല എന്നുള്ളത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് വാസ്തവത്തിൽ ഉണ്ടാക്കുക എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇപ്പൊ ഈ എടക്കൽ ഗുഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ലോകത്തെ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് അവിടുത്തെ ഗുഹാചിത്രം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതിന്റെ സംരക്ഷണം ഇപ്പോഴും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അത് കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. വേറെ ഒരു അത്ഭുതം കൂടി ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഈ ജോലിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ജോലി കിട്ടിയ കാലത്ത്, ഇപ്പോഴൊന്നുമല്ല, ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി തൃശ്ശൂർ മ്യൂസിയത്തിലൊന്നും പോയി. അന്ന് അയാൾക്ക് അവിടെയാണ് ജോലി. അപ്പൊ ആ സമയത്ത് ഞാൻ മ്യൂസിയം ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ എന്റെ മുന്നിൽ ഞാൻ കണ്ടൊരു കാഴ്ച എന്താന്ന് വെച്ചാൽ, ഞാൻ 2 കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ അവര് നടന്നു പോകുമ്പോ ഇതുപോലെ നേരത്തെ മാഷ് കാണിച്ച പോലെ ഒരു ഈ ശിരസ് അറ്റുപോയ ഒരു പ്രതിമയും, ശിരസ് അറ്റിട്ടുണ്ടെങ്കിലും അത് അതിനോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പ്രതിമയും ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 കുട്ടികൾ നടന്നു പോകുമ്പോൾ ഈ ഈ ശിരസ് മുകളിൽ വെച്ച ആ പ്രതിമയുടെ ശിരസ് ഈ കുട്ടികൾ നടക്കുമ്പോൾ കൈ തട്ടിയിട്ട് താഴെ വീണ് കഴിഞ്ഞപ്പോ ആ കുട്ടിക്ക് സംശയമായി ഇത് ഏതിന്റെ ശിരസ്സാണ്. അപ്പൊ ശിരസില്ലാത്ത ഈ പ്രതിമയുടെ മുകളിലാണ് അയാൾ അത് കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ഈ എത്ര അവിദഗ്ധമായിട്ടാണ് നമ്മളുടെ മ്യൂസിയവും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുള്ളത്. ഒരു പ്രതിമേന്റെ തലെടുത്ത് വേറൊരു പ്രതിമേന്റെ മുകളിലിരുന്ന് വളരെ കാഷ്വലായിട്ട് വെച്ച് ആളുകൾക്ക് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ കുറച്ചുകാലം ഈ ആന്ധ്രാപ്രദേശിലൊരു യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തു, ദ്രവിഡിയൻ യൂണിവേഴ്സിറ്റിയിൽ. അവിടെയൊക്കെ ഈ ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിപ്ലിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടുത്തെ ഈ ബുദ്ധിസ്റ്റ് സൈറ്റുകളൊക്കെ അവര് എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഈ കോമ്പോസിറ്റ് കൾച്ചറിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ആർക്കിയോളജിക്കൽ എവിഡൻസസ് അതിൽ വളരെ പ്രധാനമാണ്. ഇന്ന് നമുക്ക് ആകെ കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന കുറെ ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമായിരിക്കും. വാസ്തവത്തിൽ ഇങ്ങനെ വലിയ വിപുലമായ ഒരു മതജീവിതത്തിന്റെയും സാംസ്കാരിക ജീവിതത്തിന്റെയും ധാര നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കാനുള്ള ഒരു സാധനമാണ് ഈ ആർക്കിയോളജി. പക്ഷെ അത് ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് കേരളത്തിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പുറത്തുള്ള എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ പലപ്പോഴും ആർക്കിയോളജിയാണ്, അത് രണ്ടും തമ്മിൽ വ്യത്യാസം പോലും ഇല്ല. എന്നാൽ കേരളത്തിൽ ഞാൻ അങ്ങനെയുള്ള ഒരു ഇത് കണ്ടിട്ടില്ല. പലപ്പോഴും ചരിത്ര പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആർക്കിയോളജി അവർക്കും വളരെ ഫോറിൻ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പോലെയാണ് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട്
നമ്മളെ മലയാളം യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ആർക്കിയോളജിയുടെ ഒരു സ്ട്രോങ് ഏരിയ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിയത് വളരെ നന്നായിരിക്കും. കാരണം മാഷ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു നയം പോലും രൂപപ്പെടുത്താൻ ഇതുവരെ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്നതിന് നിർബന്ധിക്കുന്ന വിധത്തിലുള്ള ഒരു 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 നോഡൽ പോയിന്റ് ആയിട്ട് മലയാള യൂണിവേഴ്സിറ്റി ഒക്കെ മാറേണ്ടതാണെന്ന് കൂടി അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി. ഞാനത് പറയാൻ പോയത്. തീർച്ചയായും ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്കും തോന്നിയതാണ് കുറച്ചൊരു അവയർനെസ്. ഇപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ച പോലെ ഇതൊരു അവയർനെസ് തന്നെയാണ്. ആളുകളുടെ ഇടയിലേക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം ചരിത്രം റീകൺസ്ട്രക്ട് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഉള്ളത് അവിടെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കാൻ പറ്റുവാണെങ്കിൽ പറ്റട്ടെ. അപ്പം അതിന് ഒരു സഹായകരമാവുകയാണെങ്കിൽ ആവട്ടെ. ആർക്കെങ്കിലും കേട്ടിരുന്ന ആർക്കെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ ചോദ്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ കുറെ നേരമായല്ലോ. ജിനു നമ്മളുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ, മറ്റു സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ജിനുവിന് ഒരു ഔപചാരികമായിട്ടൊരു വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്നൊരു നന്ദി പറയാമെന്ന് ഞാൻ ക്ഷണിക്കാം. മാഷേ നമസ്കാരം. സാഹിത്യമാണ് എൻ്റെ ഗവേഷണ മേഖലയെങ്കിലും ഞാൻ ഇന്നത്തെ വിഷയം കണ്ടപ്പോൾ ഇതെന്താവും ബോറാവും എന്നൊക്കെ കയറിയ സത്യം പറഞ്ഞ. പക്ഷെ ആദ്യം ഇങ്ങനെ സ്ലൈഡ് കാണിച്ചു നോക്കുമ്പോൾ വളരെ താല്പര്യത്തില് ഇത് ക്ലാസ് മുമ്പോട്ട് പോയപ്പോൾ പൂർണ്ണമായിട്ട് ശ്രദ്ധ അതിലേക്ക് വരത്തക്ക രീതിയിൽ നല്ല താല്പര്യമുള്ളൊരു മേഖലയായിട്ട് തോന്നി. ഈ സാഹിത്യവും ചരിത്രവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. മാത്രമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിട്ട് തോന്നുന്നു. കാരണം നമ്മളുടെ ഒരു സാമൂഹിക ബോധം ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന വിധം, അല്ലെങ്കിൽ ഒരു സാമൂഹിക ഉത്തരവാദിത്വം, നമ്മൾ വന്ന വഴിയൊക്കെ മറക്കാതെ അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം ബോധ്യമായി നമ്മൾ നിലനിർത്താൻ വേണ്ടി നടത്തേണ്ട ഇടപെടലൊക്കെ അത്തരത്തിൽ ഒരുപാട് ധാരണകൾ കിട്ടുന്ന ഒരു ക്ലാസ്സായിട്ട് ശ്രീക് മാഷിന്റെ ക്ലാസ് ഇന്ന് അത് വലിയ തോതിൽ വളർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിലൊരു തുടർച്ച ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കൂടെ അനിൽ മാഷ് മലയാള സർവകലാശാലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മാഷ് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി. ഏതായാലും ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടു. മാത്രമല്ല നന്നായിട്ട് പ്രസന്റ് ചെയ്തു. സ്ലൈഡും കൂടെ ഒക്കെ ആയപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ മാഷ് എത്രയും കാര്യങ്ങൾ ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ളത് അന്വേഷിച്ച് ഗവേഷണത്തിന് വേണ്ടി ചെയ്ത ഒരു അധ്വാനമൊക്കെ മനസ്സിലിങ്ങനെ കണ്ടു. വിറകടിക്ക് വെച്ച് അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവത്തിന്റെ മുകളിൽ വിറകടിച്ച് എന്നെ പോലുള്ള ആൾക്കാരാണ് ഒക്കെ ഇങ്ങനെ ഓർത്തു. മാത്രമല്ല വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയായിട്ട് തോടിന് മണ്ടയില് പിന്നെ കല്ല് മറിച്ചിട്ട് കണ്ടപ്പോ ഒരേ സമയത്ത് ചിരിയും ഒരു നമ്മളുടെ എല്ലാം ഒരു ഉത്തരവാദിത്തക്കുറവൊക്കെ ഓർത്തു. അത്തരത്തില് ഒരുപാട് കാര്യങ്ങള് അതിന്റെ സൂക്ഷ്മതയില് ഒരു ഗവേഷണം നടത്തിയതിന്റെ വലിയൊരു അധ്വാനത്തിന്റെ ഒരു ഫലവും കൂടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലായി. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ പ്രോത്സാഹനമാണ്. അതൊരു വലിയ തരത്തിലുള്ള ഒരു വിരൽ ചൂണ്ടലും കൂടിയാണ്. ഈ പ്രസന്റേഷൻ ആ വിഷയത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ വേണ്ടി നടത്തിയ അധ്വാനം അതൊക്കെ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. എല്ലാ തരത്തിലും വലിയ ഉപകാരമായിരുന്നു ശ്രീക് മാഷിന്റെ ഈ ക്ലാസ്. തീർച്ചയായിട്ടും തുടർന്നും ഞങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. മലയാള സർവകലാശാലയിലെ ഈ റിസർച്ച് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്തതിലും നല്ല ഗംഭീരമായ ഒരു ക്ലാസ് നൽകിയതിലും മുഴുവൻ ഗവേഷണ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സർവകലാശാലയുടെയും പേരിലുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ശരി ശരി. ഓക്കെ, താങ്ക് യു.